നല്ല തണുപ്പാണ് വെള്ളത്തിന്. ഈ കാണുന്ന എന്താണ് നദി ഇങ്ങനെ ക്രോസ് ചെയ്താൽ അപ്പുറത്തെത്തും. അവിടെ ഒരു ആനയുണ്ട്. ഹായ്, നമസ്കാരം. അപ്പോൾ നമ്മുടെ അടുത്ത യാത്ര ദുബാരെ എലിഫന്റ് ക്യാമ്പിലേക്കാണ്. ഇപ്പോൾ നമ്മൾ ദുബാരെ എത്താറായി. നമ്മൾ ദുബാരേക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന ക്രോസ് റോഡിലാണ് തിരിയേണ്ടത്. ഇവിടെ ദുബാരെ ടൂറിസ്റ്റ് പ്ലേസ് 1.3 കിലോമീറ്റർ. ഇവിടെ നമുക്ക് ലെഫ്റ്റിലേക്ക് തിരിയണം അല്ലേ? ലെഫ്റ്റ്. ദുബാരെ എലിഫന്റ് ക്യാമ്പിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഇവിടെ പ്രധാനപ്പെട്ട ആകർഷണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാവേരി നദിയുണ്ട്. ഈ നദി ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് പോയി കഴിഞ്ഞാലാണ് എലിഫന്റ് ക്യാമ്പ് ഉള്ളത്. അവിടെ ആന പരിശീലനമാണ് പ്രധാനമായിട്ടും. അതുപോലെ തന്നെ എലിഫന്റ് സഫാരിയും ഉണ്ട്. ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പുഴയുടെ ചിത്രങ്ങളും പിന്നെ ആന ഉണ്ടെങ്കിൽ ആനയുടെ കുറച്ച് ചിത്രങ്ങൾ, ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് തിരിച്ചു തരാം. ഇവിടെ അവിടെ ഒരു ആന കാണുന്നുണ്ട്. ഈ പുഴക്കപ്പുറമാണ് അവിടെ ഒരു ആന അവിടെ നിൽക്കുന്നുണ്ട്. വളർത്താനെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, നല്ല ഒറ്റ ആനയാണ്. ഒരു കൊമ്പൊക്കെയാണ് അവിടെ, കൊമ്പുള്ള ഒരു ഒറ്റയാന അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും കാട്ടാനല്ല, കാട്ടാന തന്നെയാണ്. കാട്ടാനെ പിടിച്ചുകൊണ്ടുവന്ന് മെരുക്കി വളർത്തുന്ന സ്ഥലമാണ് ഈ പിന്നെ ദുബാരെ എലിഫന്റ് ക്യാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും വണ്ടിക്ക് പുറത്തിറങ്ങാം. ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല. വണ്ടിക്ക് പുറത്തിറങ്ങി നമുക്ക് നേരെ പുഴക്കരയിലേക്ക് പോകാം. പറ്റുവാണെങ്കിൽ പുഴക്കപ്പുറം ക്രോസ് ചെയ്തിട്ട് നമുക്ക് അവിടെ ചില കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് വരാം. ഓക്കെ. സാധാരണയായിട്ട് ഇവിടെ ഈ കാണുന്ന നദി അങ്ങോട്ട് നമുക്ക് ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. അവിടെ കുറച്ച് ആളുകൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നെ അധികം ആഴമൊന്നുമില്ല, എന്നാലും ഇവിടെ ബോർഡൊക്കെ പതിച്ചിട്ടുണ്ട്. പിന്നെ ആളുകൾ അധികം പുഴയിൽ ഇറങ്ങരുത്, പിന്നെ അതുപോലെ തന്നെ ക്രോസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് മെല്ലെ ഒന്ന് അങ്ങോട്ട് കടക്കാം. ഓക്കെ, നല്ല തണുപ്പാണ് വെള്ളത്തിന്. സത്യം പറഞ്ഞാൽ ഒരു തോർത്തെടുത്ത് കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ മുങ്ങി കുളിച്ചാലുണ്ടാകുന്ന ഒരു കോൾഡ് ഉണ്ടല്ലോ, അത് വളരെ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ഉന്മേഷമാണ് ഒരു കോൾഡ് വാട്ടറിൽ ഇങ്ങനെ കുളിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന എന്താണ് നദി ഇങ്ങനെ ക്രോസ് ചെയ്താൽ അപ്പുറത്തെത്തും. അവിടെ ഒരു ആനയുണ്ട്. അവിടേക്ക് നമ്മൾ ഇവിടെ നിന്ന് പിന്നെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടൂല. അവിടെ ഒരു ആനയുണ്ട്, ഒരു നീളൻ കൊമ്പുള്ള ആന അവിടെ ഒരെണ്ണം കെട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ഈ നദി ഇങ്ങനെ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇവിടെ വരെ എത്തി. ഇനി ഇവിടെ നിന്ന് ഇതേപോലെ അവിടെ വരെ നടന്നിട്ട് പോകാൻ വേണ്ടി പറ്റും. പക്ഷേ ഇപ്പോൾ അങ്ങോട്ടേക്ക് ആരും പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ ബോട്ട് സർവീസ് ഉണ്ട്. വേണമെങ്കിൽ നമ്മൾ ബോട്ട് സർവീസിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്ത് അവർ കൊണ്ടു ചെന്നാക്കും. ഒരു ബോട്ടിൽ നിറച്ചു ആളുകളെ കയറ്റി അപ്പുറത്ത് കൊണ്ടുവിടും. അപ്പുറത്തെയാണ് എലിഫന്റ് ക്യാമ്പ് ഉള്ളത്. ഇതിൽ കൂടി നമുക്ക് വേണമെങ്കിൽ പോകാൻ വേണ്ടി പറ്റും. നമ്മുടെ കൂടെ കമ്പനിക്ക് ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വഴി തന്നെ പോകാൻ വേണ്ടി പറ്റും. ഈ പോകുന്ന വഴിയിൽ പിന്നെ വലിയ ആഴങ്ങളൊന്നുമില്ല. ഇതേപോലെ തന്നെ കല്ലിൽ ചവിട്ടി വേണം അപ്പുറത്ത് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ വഴി പോകുന്നില്ല. ബോട്ടിൽ പറ്റുകയാണെങ്കിൽ ബോട്ടിൽ കയറിയിട്ട് എലിഫന്റ് ക്യാമ്പിലേക്ക് പോകും.
ആന എവിടെ ഉണ്ടാ? ആ കേട്ടാ, ഞാൻ നേരത്തെ പറഞ്ഞ ആന അവിടെ നിൽക്കുന്നുണ്ട്. അതിന് ഒറ്റ കൊമ്പേ ഉള്ളൂ ഇപ്പോൾ. പിന്നെ ദുബാരെ ക്യാമ്പ് ഇവിടെയാണ്. ക്യാമ്പിലേക്ക് പോകാനുള്ള എൻട്രൻസും വഴിയാണ് അവിടെ അക്കരെ കാണുന്നത്. കുറച്ച് ആളുകൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ കുറച്ച് ആളുകൾ കുളിക്കുന്നുണ്ട്. കോവിഡ് സീസൺ ആയതുകൊണ്ട് ടൂറിസ്റ്റുകൾ ഇവിടെ കുറവാണ്. അല്ലെങ്കിൽ ഇവിടെ അത്രയും ആളുകളുണ്ടാവും. ഒരുപാട് ആളുകൾ ഇതുവഴി ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് നടന്ന് പോകാറുണ്ട്. അതുപോലെ തന്നെ അവിടെ ബോട്ടിൽ പോകുന്നവരും അതുപോലെ തന്നെ റിവർ റാഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നവരൊക്കെ ഈ ഭാഗത്ത് ഉണ്ടാവാറുണ്ട്. എന്താ, ഒരു ആന അവിടെ വെള്ളം ക്രോസ് ചെയ്തിട്ട് വരുന്നുണ്ട്. ആന ഒന്ന് പേടിച്ചല്ലേ ബോട്ട് പോകുമ്പോൾ. നമ്മൾ നേരത്തെ കണ്ട ആനയല്ല കേട്ടോ. നേരത്തെ കണ്ട ആന അപ്പുറത്ത് അവിടെ കെട്ടിയിട്ടിട്ടാണുള്ളത്. വണ്ടിയിൽ കുളിക്കും. വണ്ടിയിൽ മറിച്ച് പോകും. അതിൻ്റെ കാലുണ്ടായി. അപ്പോൾ നമുക്ക് എന്തായാലും അപ്പുറത്തേക്ക് കടക്കേണ്ട കാര്യമില്ല. ആനയെ ഇവിടെ തന്നെ കണ്ടല്ലോ അല്ലേ അല്ലേ? ഇനി വേണമെങ്കിൽ ബോട്ടിൽ കടന്നിട്ട് വരാം. കുറച്ചുകൂടി നോക്കാം, ബോട്ട് വരട്ടെ. വേഗം പാടോ. പണ്ട് കാട്ടാന ഇവിടുന്ന് കാട് കടന്ന് വരുന്ന സമയത്ത് ഇവിടെയുള്ള ആളുകൾ പുറത്തെല്ലാം പേടിച്ച് ഓടിക്കൊണ്ടായിരുന്നല്ലേ. ഇപ്പം ആ കാട്ടാനയെ മെരുക്കി അതിൻ്റെ മേലെ 3 ആളുകളെയും കയറ്റി ആന പുഴ കിടക്കുന്നു. ഇവിടെ ആളുകളെല്ലാം നോക്കി ഫോട്ടോ എടുക്കുന്നു അല്ലേ. നമുക്ക് ആനപ്പുറത്ത് കയറിയാലോ. അത് വരുന്ന വഴിക്ക് ആ ചെടിയും പഠിച്ച് തിന്നുകൊണ്ടാ പോകുന്നത്. അവിടെ നിന്ന് എടുത്തത് തിന്നുന്നില്ല. എൻ്റെ അമ്മ, അതിൽ കുറേ വെള്ളമൊന്നുമില്ല, എന്നാലും